പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. എഫേസസ് ലേഖനത്തിൽ 6-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശ്ലീഹ ആദ്യം തന്നെ പറയുകയാണ്, പ്രാർത്ഥനാ നിരതരായിരിക്കുക. പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ദൈവമാതാവ് 1947 വടക്കേ ഇറ്റലിയിൽ ലൊംബാർഡി എന്ന് പറഞ്ഞ ആ പ്രോവിൻസിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ റോസ മിസ്റ്റിക്ക മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞത് എങ്ങനെയാണ്? പ്രയർ, പെനൻസ് ആൻഡ് എക്സ്പിയേഷൻ. പ്രാർത്ഥന, പരിഹാരം, പ്രാശ്ചിത്തം. പ്രയർ, പെനൻസ് ആൻഡ് എക്സ്പിയേഷൻ. ഇത് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് പരിഹാരമായി പരിശുദ്ധ മാതാവ് ദൈവമക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥന 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 അത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അതിനുശേഷം അടുത്തത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതിനുശേഷം പൗലോസ് സഹോദരൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 19-ാമത്തെ വാക്യം, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം കൃത്യമായി പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ നിയോഗം ഇതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിയോഗം പറയുകയാണ്, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പ്രിസൈസ്, വളരെ കൃത്യമായ ഒരു നിയോഗം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു വെളിപ്പെടുത്തൽ തരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായ
പ്രിസൈസായ ഒരു ഇൻറ്റൻഷൻ, ഒരു നിയോഗം നമ്മൾ വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വളരെ വലിയ ശക്തിയുണ്ട്. വെറുതെ പ്രാർത്ഥിച്ച് വെറുതെ സമയം സ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി വന്ന ആ വ്യക്തിയുടെ അനുഭവം പറയുകയാണ്. ആ വ്യക്തി വളരെ കാലം അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വരുന്നില്ല. എന്നാൽ ഈ അടുത്ത കുറച്ച് കാലത്ത് ഇൻറ്റൻഷൻ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം ഇടപെട്ടു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബെന്നി. ഞാൻ ഇടുക്കി രൂപതയിൽപ്പെട്ട മരിയാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് നന്നേ ചെറുപ്പത്തിലെ ഒരു പനി ഉണ്ടായതിനെ തുടർന്ന് എൻ്റെ ഇടത്തെ ചെവി പഴുത്ത് പൊട്ടിയൊലിക്കുന്ന വളരെ ദുർഗന്ധത്തോടു കൂടിയ അസുഖമുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ശരിക്കും പനി ഒരു രോഗാവസ്ഥ വന്നു. അന്ന് അത് ഇൻഫെക്ഷൻ ശരിക്കും കൂടുതലായി, ചെവി പഴുത്തു, ചെവി പൊട്ടി ഒഴുകാൻ തുടങ്ങി. അത് 48 വർഷക്കാലം തുടർന്നു. ദൈവമേ, എത്ര വർഷം? 48 വർഷം. 48 വർഷം ഈ ചെവി ഇങ്ങനെ പഴുക്കുകയും പൊട്ടി ഒഴുകുകയും. അത് ഒരു ദുർഗന്ധം ഉണ്ടല്ലേ? വളരെ ദുർഗന്ധം ഉണ്ടായിരുന്നു. ഒരു ദുർഗന്ധത്തോട് കൂടിയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ചെവി പൊട്ടി ഒഴുകുക. 48 വർഷം സഹിച്ച്. ഈ 48 വർഷക്കാലവും പലവിധ ചികിത്സകളും ഒത്തിരിയേറെ ആശുപത്രികളും പലവിധ ഡോക്ടർമാരെയും ഒക്കെ കാണിച്ചെങ്കിലും താൽക്കാലികമായ രീതിയിൽ ഒരു ചെറിയ കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് കൂടുതൽ ശക്തമായ രീതിയിൽ ആ പഴുപ്പ് തുടരുകയും ദുർഗന്ധം വമിക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി ചികിത്സ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ശമനം പോലെ തോന്നും, പക്ഷേ പിന്നെ വർദ്ധിച്ച ശക്തിയോടെ അത് വരും. അങ്ങനെ 48 വർഷം ഇത് സഹിച്ച്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ അസുഖം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ മൂക്കിൻ്റെ പാലം നിവർത്തുവാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തുടർന്ന് എൻ്റെ ചെവിയുടെ പഴുപ്പ് വളരെയേറെ വർദ്ധിക്കുകയും അസഹ്യമായ ദുർഗന്ധം കാരണം എനിക്ക് പലപ്പോഴും പുറത്തോട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നതായിട്ടൊക്കെ വന്നു. ചെവിയിൽ പലപ്പോഴും പുറത്തോട്ട് പോകുന്ന സമയത്ത് പഞ്ഞി വെച്ച് അടച്ചുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയിരുന്നത്. വളരെ ആ ദുർഗന്ധം അനുഭവിക്കുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെവിയുടെ ഈ മണം കാരണം കൊണ്ട് പലപ്പോഴും ഈച്ച ചെവിക്ക് ചുറ്റും വട്ടം പറക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ചെവി ഇങ്ങനെ പഴുത്ത് പോകുന്നതുകൊണ്ട് ചുറ്റിന് ഈച്ച ഇങ്ങനെ ആർക്കും. അതിങ്ങനെ ഒരു വല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്റ്റേജായത്. ചെവിക്ക് വളരെ ഡോക്ടറിൻ്റെ ചെവി പരിശോധിച്ചതിന് പറഞ്ഞു ചെവിക്കരണം എന്ന് പറയുന്നൊരു ഭാഗം തന്നെ താങ്കൾക്ക് ഇല്ലാതായി 40 വർഷം കൊണ്ട്. ഇനി ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഓപ്പറേഷൻ ചെവിക്ക് ചെയ്തെന്നാൽ പോലും നിങ്ങളെ കേൾവി ശക്തി തിരിച്ചു കിട്ടുകയില്ല. ഓപ്പറേഷൻ ചെയ്ത് അടച്ചാൽ പോലും അത് പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കുമെന്നും പറയാൻ പറ്റുകയില്ല. വീണ്ടും ചിലപ്പോൾ അടയ്ക്കുന്ന ഭാഗവും പഴുപ്പ് വന്ന് വീണ്ടും വ്രണമായേക്കാം എന്ന് എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ചെവിക്കുള്ള ഓപ്പറേഷൻ ചെയ്തില്ല. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ആയിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒക്കെ മുടങ്ങാതെ കൊണ്ട് അഭിഷേകാഗ്നി പ്രാർത്ഥന ശാലോൺ ടിവിയിൽ കൂടുന്ന ആൾക്കാരാണ്. എങ്കിലും ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഈ ശാലോൺ ടിവിയിൽ ഈ അഭിഷേകാഗ്നി 9 ആഴ്ചക്കാലം ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസം എടുത്ത് കൂടിക്കൊള്ളാമെന്നും സൗഖ്യം കിട്ടുവാണെങ്കിൽ അഭിഷേകാഗ്നി അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും നേർച്ച കയറുകയും ചെയ്തു. നോക്കിയേ, അതായത് ഇങ്ങനെ വെറുതെ കണ്ടു കളയുന്ന കുറേ പേരുണ്ട്. അഭിഷേകത്തിനെ വെറുതെ ഇങ്ങനെ കണ്ടു കളയുക, ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ കണ്ടു പോകണവർ കുറേ പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല, അവർക്ക് അങ്ങനെ ഒരു ദിവസത്തിലൊക്കെ കളയാം, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെ 10 വർഷം വെറുതെ കണ്ട് ഇങ്ങനെ പോയി. അപ്പോൾ പല സാക്ഷ്യങ്ങൾ കേട്ട് വചനങ്ങൾ കേട്ട് ഒരു വിശ്വാസം ഒരു ഉണർവുണ്ടായി. അപ്പോൾ ചേട്ടനും ചേച്ചി 2 പേരും കൂടെ ഒരു തീരുമാനമെടുത്ത് ഇനി നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നിയോഗം വെക്കുക. നിയോഗം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിയോഗം വെക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഈ ചെവി സൗഖ്യം പ്രാപിക്കണം, ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഈ ചെവി സൗഖ്യം പ്രാപിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ 2 പേരും 9 ആഴ്ച
മുടങ്ങാതെ അഭിഷേകാഗ്നി കാണും. മാത്രമല്ല ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്, പരിത്യാഗമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് 9 ആഴ്ച മുടങ്ങാതെ അഭിഷേകാഗ്നി കാണും. 9 ആഴ്ച കാണുമ്പോൾ ഈ ചെവി അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചാൽ, ഇത് 48 വർഷമായി പഴുത്തുകൊണ്ടിരിക്കുകയാണ്, 48 വർഷമായി ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാതിരിക്കുകയാണ്, എന്ത് ചെയ്തിട്ടും സൗഖ്യമില്ലാതിരിക്കുകയാണ്, ഇത് 48 വർഷം പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമില്ലാതിരിക്കുകയാണ്. എന്നാൽ 9 ആഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഇത് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചാൽ അട്ടപ്പാടി അഭിഷേകം സെൻറ്ററിൽ ചെന്നിട്ട് സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ചയും നേർന്ന് 2 പേരും കൂടി ഒരുമിച്ച്, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് 9 ആഴ്ച അഭിഷേകാഗ്നി കേൾക്കാൻ തുടങ്ങി. ഇതൊരു 7 ആഴ്ച തുറന്നപ്പോഴും എൻ്റെ ചെവിയിൽ നിന്നുള്ള പഴുപ്പിൻ്റെ അളവ് കൂടുകയല്ലാതെ യാതൊരു കുറവും 7 ആഴ്ചയായിട്ടും. അപ്പോൾ വിശ്വാസം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്. ഇത് കുറയും, ഓരോ ആഴ്ച കുറഞ്ഞ് വന്ന് 7ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേന് ഏതാണ്ട് തീരാറാവും എന്നല്ല പ്രതീക്ഷയെ. ഇതിപ്പോൾ എന്തായി, കൂടി മാക്സിമത്തിലേക്ക് വന്ന്, ചിലത് മൂർച്ഛിക്കും. ആ സമയത്ത് ഞാൻ നേരം ആരാധനയുടെ സമയത്ത് തിരുവോസ്തിയിൽ കൈവച്ച് എൻ്റെ ചെവിയുടെ താഴെ 3 കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതായത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത്, അപ്പോൾ ഇത് ആത്മാവ് ഉള്ളിലിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഉള്ളിലിരിക്കുന്ന ആത്മാവ് പറഞ്ഞു, ഇപ്പോൾ പോയി ഈ ദിവ്യകാരുണ്യ ഈശോയിൽ തൊട്ട് ഇവിടെ പോയി കുരിശ് വരയ്ക്കാൻ പറഞ്ഞു, ചെവിയുടെ അവിടെ കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. ആ ആഴ്ച തൊട്ട് എൻ്റെ ചെവിയുടെ പഴുപ്പിൽ വളരെയേറെ കുറവുണ്ടാകുകയും ഡൗൺ ആയി കുറഞ്ഞ് വരാൻ തുടങ്ങി. 9ാമത്തെ ആഴ്ചയായപ്പോൾ അത് പൂർണ്ണമായിട്ടും എനിക്ക് പരിപൂർണമായ ഹീലിംഗ്. ഇപ്പോൾ 2 വർഷമായിട്ട് എൻ്റെ ചെവിയിൽ പഴുപ്പ് വരുന്നില്ല. ഞാൻ യാതൊരു മരുന്നും അന്ന് തൊട്ട് പിന്നെ അല്ലേ പരിപൂർണ്ണ. ഈ 2 വർഷം ഒരു കുഴപ്പമില്ല. 2 വർഷമായി ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പഴുപ്പ് ഫുള്ള് റിക്കവറിയായി. ദുർഗന്ധം ഇല്ല, എല്ലാം കറുത്ത ഹീലിംഗ്. 48 വർഷമായി സഹിച്ചതാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയാണ്, 9 ആഴ്ച പ്രാർത്ഥിക്കാൻ ആദ്യം പറഞ്ഞു. 9 ആഴ്ച പ്രാർത്ഥിച്ച സമയത്ത് 7 ആഴ്ചയപ്പോൾ കൂടുകയല്ലാതെ കുറയണില്ല. പക്ഷെ അദ്ദേഹം വിട്ടില്ല. അപ്പോൾ അത് നിർത്തുകയാണെങ്കിൽ നിർത്താൻ വേണ്ടി ഇടയ്ക്കൊരു ടെസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇവർ വിട്ടില്ല. ഇവർ പറഞ്ഞ് ഞങ്ങൾ 9 ആഴ്ച കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. 9 ആഴ്ച ഭക്ഷണം ഉപേക്ഷിച്ച് കൂടിയിരിക്കും. 8ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇപ്പോൾ പോയി ആ ദിവ്യകാരുണ്യ ഈശോയിൽ തൊട്ട് കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. 3 കുരിശ് വരയ്ക്കാൻ പറഞ്ഞു ചെവിയുടെ അവിടെ. അന്ന് അങ്ങോട്ട് കുറയാൻ തുടങ്ങി. പിന്നെ 9ാമത്തെ ആഴ്ചയാണ്. പിന്നെ 9ാമത്തെ ആഴ്ച കഴിഞ്ഞു, പെർഫെക്റ്റ്, ക്ലീൻ, കംപ്ലീറ്റ് ഹീലിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വ്യക്തിയുടെ അനുഭവത്തിലൂടെ യേശു ഒരു കാര്യം എല്ലാ ദൈവമക്കളോടും വെളിപ്പെടുത്തുകയാണ്. നാം കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ പറയുന്നത് ഒരു മോശമായ കാര്യമല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളുമായി ദൈവത്തെ സമീപിക്കുന്നത് ഒരു നെഗറ്റീവായ കാര്യമല്ല. ഇന്ന് പല ആളുകളുടെയും പ്രബോധനത്തിലും പ്രസംഗത്തിലും കാണുന്നൊരു പ്രത്യേകതയുണ്ട്. പാവപ്പെട്ട മനുഷ്യർ എന്തെങ്കിലും ഒരു ആവശ്യം ദൈവസന്നിധി പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കണ്ടാൽ ഉടനെ അവരെ പുച്ഛിക്കുക, അവരെ നിന്ദിക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, ഈ നിന്ദ പുച്ഛവിത് വഴി അവരുദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ മുരടിപ്പ് വരുത്തുക. ദൈവത്തിൻ്റെ അടുത്തേക്ക് നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നതുപോലെ ഒരു നാച്ചുറൽ അറ്റാച്ച്മെൻറ്റോടുകൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ദൈവ മക്കളുടെ വഴിയിൽ വിലങ്ങുതടി എടുത്തിടുക. ഈശോയുടെ കാലത്ത്, ഈശോ ജീവിച്ചിരുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പലസ്തീനിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഈശോയുടെ അരികിലേക്ക് ദൈവമക്കൾ കടന്നു ചെന്ന അനുഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെ തിരുലിഖിതങ്ങൾ യേശു മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഉടനെ ഒരു കുഷ്ഠരോഗി അവനെ സമീപിച്ച് താണു വീണ് കേണപേക്ഷിച്ചു. 8ാമത്തെ അധ്യായം 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 2. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ആ കുഷ്ഠരോഗിക്ക് ഒറ്റ നിയോഗമേ ഉള്ളൂ, എൻ്റെ ഈ കുഷ്ഠത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ഈ കുഷ്ഠത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം വേണം. ഒരു കുഷ്ഠരോഗി അവനെ സമീപിച്ച് താണു വീണ് കേണപേക്ഷിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ തന്നെ യേശു അവിടെ നിന്നു.
യേശു കൈകൾ നീട്ടി. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധിയുണ്ടായി. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധിയുണ്ടായി. ആ കുഷ്ഠരോഗി വന്ന സമയത്ത് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയായിരുന്നു. അവൻ ഒരുപാട് വലിയ ഫിലോസഫി പറയായിരുന്നു. ദൈവമേ, ലോകത്തെ അനുഗ്രഹിക്കണമേ, ദൈവമേ, സർവ്വ ചരാചരങ്ങളെയും പരിപാലിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അങ്ങനത്തെ വലിയ ഫിലോസഫി ഒന്നും പറയാൻ നിന്നില്ല. ഒരൊറ്റ കാര്യമാണ്, ഞാൻ തകർന്നവനാണ് കർത്താവേ, എനിക്ക് കുഷ്ഠമുണ്ട് കർത്താവേ, എൻ്റെ കുഷ്ഠം അങ്ങ് ഒന്ന് നനച്ചാൽ എൻ്റെ കുഷ്ഠം മാറും, എന്നെ ശുദ്ധനാക്കണമേ, എനിക്ക് കുഷ്ഠം മാറണം. ആ ഒരൊറ്റ നിയോഗം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ നിലവിളി കേട്ടു. അവൻ അപ്പം തന്നെ ഇടപെടുകയാണ്. അവൻ അവിടെ നിന്നു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പല പ്രാരാബ്ദങ്ങളുണ്ട്. ആ പ്രാരാബ്ദങ്ങളോട് വന്ന് അവൻ കർത്താവിനോട് കരയുകയാണ്. അവൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് 3 നിയോഗമുണ്ട്. എൻ്റെ പേര് ജിഫിൻ, ഇരുന്നാലക്കുട രൂപതയിലെ കൊറ്റലൂർ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2017 ജനുവരി മാസത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അച്ഛൻ ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് സെമസ്റ്റർ ആയിരുന്നു. അച്ഛൻ പറഞ്ഞു 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ പുതുവത്സരത്തിൽ എന്തായാലും നടന്നു കിട്ടുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ 3 നിയോഗങ്ങൾ സമർപ്പിച്ചത് ബിടെക് ലാസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ 8ാമത്തെ സെമസ്റ്ററിൽ എനിക്ക് 6 സപ്ലിയോട് കൂടിയാണ് ലാസ്റ്റത്തെ ഇയർ എഴുതണേ. കോഴ്സ് കഴിയുമ്പോഴേക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണമെന്നൊരു നിയോഗം വെച്ചു. കോഴ്സ് കഴിയുമ്പോൾ ഒരു നല്ലൊരു ജോലി കിട്ടണമെന്ന് വെച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെറിയൊരു കടബാധ്യത ഉണ്ട്, അതും തീരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ സമയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഇത് നല്ല വിധത്തിൽ പാസ്സാകണം, എനിക്ക് ജോലി കിട്ടണം, കടമുണ്ട് അതും വിടണം എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും ദൂരം പൈസ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് 3 കാര്യം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പ്രാർത്ഥിച്ചു. 2ാം സെമസ്റ്ററിൽ 2 3ാം സെമസ്റ്ററിൽ 3 5ാം സെമസ്റ്ററിൽ 1 ഇതുവരെ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. എത്ര നോക്കിയിട്ടും കിട്ടാത്ത കടുംകെട്ട് സാധനമുണ്ടല്ലോ, അതെല്ലാം കൂടെ കൂടി. അങ്ങനെ 8ാം സെമസ്റ്ററിൽ 3 പരീക്ഷ എഴുതിയിട്ടാണ് ഇവിടെ വന്നായിരുന്നത്. പിന്നെ മെയ് മാസത്തിൽ 3 കൂടി എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എല്ലാം പാസ്സായി, എല്ലാ വിഷയവും പാസ്സായി. എല്ലാ വിഷയവും ഫസ്റ്റ് ക്ലാസ്സോടെ അങ്ങോട്ട് പാസ്സായി. വെറും കടുംകെട്ട് സാധനം കീറാമുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് പാസ്സായി പോയി. കൊച്ചിൻ റിഫൈനറിൽ ട്രെയിനായിട്ട് ഒരു ജോലിയും കിട്ടി. പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. എവിടെയാ? കൊച്ചിൻ റിഫൈനറിൽ. കൊച്ചിൻ റിഫൈനറീസ് അതിൽ ജോലിയും കിട്ടി. വീട്ടിലൊരു 20 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. അത് മാറാനായിട്ടൊരു സ്രോതസ് കർത്താവ് തുറന്നു. അത് വീട്ടി. ആ 3 കാര്യം പറഞ്ഞു. 3 കാര്യത്തിലും ഈശോ അത്ഭുതം ചെയ്തങ്ങനെ. ഇതെന്തൊക്കെയാന്ന് പറഞ്ഞു. ഇതെന്തത്? ഇതാ എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിഷയത്തിനും എൻജിനീയറിംഗ് അല്ലേ, ഇതല്ലേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എൻജിനീയറിംഗ്, ഇതിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇവിടെ കൊടുന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഇതൊരു BPCL റിഫൈനറിയിലെ ഗേറ്റ് പാസ്, കൊച്ചിൻ റിഫൈനറീസിൽ ജോലി കിട്ടിയതിൻ്റെ കാർഡാണ് ഇവിടെ കൊടുന്ന് സമർപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വീട്ടിൽ കടബാധ്യതയായിരുന്നു, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിലും ഈശോ ഇടപെട്ട് അത്ഭുതകരമായി ഞങ്ങൾ വഴി തുറന്നു കൊടുത്തു. എല്ലാം സമാധാനമായി കൊടുത്തു. ഹല്ലേലൂയ. ഇതേമാതിരി 2017 ജനുവരി ആദ്യം 2017 ആ ജനുവരി മാസത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വർഷത്തിൻ്റെ ആദ്യ മാസമായ ജനുവരിയിൽ ഇന്ന് നിങ്ങൾ ഒരു നിയോഗം സമർപ്പിക്കുക, ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ മകന് ചെറുപ്പക്കാരനാണ്, പല എതിർ ചിന്തകൾ വരാം, പക്ഷെ അതൊന്നും ചെവി കൊടുത്തില്ല. ഇദ്ദേഹം വിശ്വാസത്തോടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3ലും ഈശോ ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ഒരു കുരുടൻ, ഒരു അന്ധനായ മനുഷ്യൻ ഈശോയോട് ഇടപെടുന്ന സ്വാതന്ത്ര്യമാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ വായിക്കാം. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടു. സംഭവിക്കുന്ന എന്താണെന്ന് അവൻ അന്വേഷിച്ചു.
നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ദാഹം, ഒരു വലിയ വിശ്വാസം, ഒരു വലിയ പ്രതീക്ഷ. അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമ്മൾ ഈ അഭിഷേകനി കേൾക്കാൻ വന്ന് അഭിഷേകനിയുടെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ, നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, ഒരു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഈ കുരുടനെ പോലെ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമ്മുടെ നിയോഗം സമർപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രതീകമാണത്. 39 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈശോ അവിടെ നിന്നു. കാരണം ഇവൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റൻഷനുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ അവിടെ നിന്നു. ഈശോയ്ക്ക് ചുറ്റും പല ജനക്കൂട്ടങ്ങളുണ്ട്, പല ആളുകളുണ്ട്, തിക്കുന്നു തിരക്കുന്നു, ചാടുന്നു മറിയുന്നു, പല അഭ്യാസങ്ങൾ കാണിക്കുന്നു. എന്നാൽ ഉള്ളിലൊരു ഇൻറ്റൻഷനുണ്ട്, ഉള്ളിലൊരു നിയോഗമുണ്ട്, ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, ഉള്ളിലൊരു വിശ്വാസമുണ്ട്. ഈശോ അവൻ്റെ മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവന് വേറെ വലിയ ലോകകാര്യങ്ങളൊന്നും ഇല്ല. അവൻ്റെ ഉള്ളിലൊരു ഇൻറ്റൻഷനുണ്ട്, അവൻ്റെ ഉള്ളിലൊരു നിയോഗമുണ്ട്. യേശു ആ നിയോഗം ചോദിക്കുകയാണ്. യേശു അവിടെ നിന്നു. യേശു ഇവൻ്റെ ഉള്ളിലെ വിശ്വാസം കാണുകയാണ്, ഇവൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷൻ. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, അവരിലല്ല അത്ഭുതം സംഭവിക്കുന്നത്. ഇവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇവൻ ഉടനെ ഇവൻ ഇൻറ്റൻഷൻ, ഇവൻ്റെ നിയോഗം പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. 42-ാമത്തെ തിരുലിഖിതം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. തൽക്ഷണം അവൻ അത്ഭുതം കണ്ടു. തൽക്ഷണം ദൈവശക്തി ഇറങ്ങി, അവിടെ വിടുതൽ ഉണ്ടായി. എത്രയോ പേര് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ എവിടെയാണ് ദൈവശക്തി വ്യാപരിച്ചത്? എവിടെയാണ് വിടുതൽ സംഭവിച്ചത്? ആരാണ് അത്ഭുതം കണ്ടത്? ഉള്ളിലൊരു നിയോഗത്തോടെ കരഞ്ഞു, ഉള്ളിലൊരു പ്രതീക്ഷാനിർഭരമായ വിശ്വാസത്തോടെ ഒരു ഇൻറ്റൻഷൻ വെച്ച് യേശുവിനെ സമീപിച്ച് പറഞ്ഞു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അതിനുശേഷം ഇൻറ്റൻഷൻ പറയുകയാണ്, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, യെസ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈശോ നമ്മളോട് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു മർമ്മമാണിത്. അതാണ് 48 വർഷം ചെവി പഴുത്തുപോയ ആ മനുഷ്യൻ, 10 വർഷം അഭിഷേകത്തിന് കണ്ട ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപാട് കൊടുത്തു. ഒരു നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് 9 ആഴ്ച, ദൈവമേ, 9 ആഴ്ച ഈ ഒരു നിയോഗത്തോടു കൂടെ അഭിഷേകത്തിന് മുമ്പിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനുശേഷം അഭിഷേകത്തെ കാണുന്നില്ല എന്നല്ല അർത്ഥം. ഇന്നും അഭിഷേകത്തിന് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേരോട് അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞ് അനേകം കുടുംബങ്ങളെ ദൈവവചനത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നും ഇതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു. ഞാൻ അനേകം പേരോട് പറഞ്ഞ് അവരെല്ലാം അഭിഷേകത്തെ കേൾക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 9 ആഴ്ചത്തെ നിയോഗം വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് സൗഖ്യം വേണം. എൻ്റെ ചെവി 48 വർഷമായി പഴുത്തൊഴുകുകയാണ്, ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല, ചികിത്സ പരാജയപ്പെട്ട്, കർത്താവേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, അങ്ങേക്ക് പറ്റും, അങ്ങേക്ക് സുഖപ്പെടുത്താൻ പറ്റും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതാണ് ഇൻറ്റൻഷൻ വെക്കും നിയോഗം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന ശക്തി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് ദൈവജനം പോകുമ്പോൾ ഇതുപോലെ ഇൻറ്റൻഷൻ വെച്ച് ഒരു 7 ആഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച അങ്ങനെ പലതവണ പല വിധത്തിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദൈവം അവിടെ ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൈസർഗികമായ പുത്രസഹജമായ വിശ്വാസമുള്ളവർ, നൈസർഗികമായി നിഷ്കളങ്കമായ അടുപ്പവും ബന്ധമുള്ളവർ, ഒരപ്പൻ്റെ അടുത്തേക്ക് മക്കളെന്നതുപോലെ, ഒരമ്മയുടെ അടുത്തേക്ക് കുഞ്ഞെന്നതുപോലെ ദൈവസന്നിധിയിൽ അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഉള്ളവരാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇപ്പോൾ അനേകം വ്യക്തികൾ ജീവിതത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, ഹാൻസ്, പൻപരാഗ്, ലഹരി വസ്തുക്കളുടെ അടിമത്തം ഇത് നിമിത്തം പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ഈശോയുടെ ബന്ധം നഷ്ടപ്പെട്ട് വേദനിക്കുന്നവരുണ്ട്. അവർ കർത്താവിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. അനേകം പേര് രോഗാവസ്ഥയോടുകൂടി ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ക്യാൻസർ രോഗാവസ്ഥ, ട്യൂമറിൻ്റെ ബുദ്ധിമുട്ടുകൾ, ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ, ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർ, അസ്ഥി തേഞ്ഞുകൊണ്ടിരിക്കുന്നവർ, വാദം പിടിച്ച് വിഷമിക്കുന്നവർ, അതികഠിനമായ വേദന കൊണ്ട് അനേക വർഷങ്ങളായി രോഗത്തിൽ വേദനിക്കുന്നവരും. മക്കളെ, ഈ സമയം ഈശോ ദാവീദിൻ്റെ പുത്രനായ യേശുവുണ്ട്. അവനിവിടെ സജീവനായുണ്ട്. ഈ സമയം കരഞ്ഞ് അവൻ്റെ കാൽക്കലേക്ക് നിങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിക്കുക. കരങ്ങൾ അവൻ്റെ പക്കലേക്ക് ഉയർത്തുക. ജെറമിയ 17:14 കർത്താവെ അങ്ങനെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പിടിക്കുക. എത്ര ഉച്ചത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാമോ അത്ര ഉച്ചത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് സ്തുതിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ കരുണ തോന്നണമേ, ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകപാപം നീക്കും ദൈവമേ, പാപം പൊറുക്കേണമേ. കരങ്ങൾ ഉയർത്തി ദാവീദിന്റെ പുത്രനായ യേശുവേ, ദാവീദിൻ പുത്രനാം യേശുവേ, കരുണ തോന്നണമേ, എൻ്റെ ആത്മാവിനെ കഴുകണമേ യേശുവേ. ലോകപാപം നീക്കും ദൈവമേ, പാപം പൊറുക്കേണമേ. ഈ ആശീർവാദ സമയത്ത് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ നിലവിളിക്കാമോ അത്ര ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. ഹൃദയം നുറുങ്ങി കൈകൾ ഉയർത്തി ഉച്ചത്തിൽ തകർന്ന കുടുംബങ്ങൾ രക്ഷപ്രാപിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സ നിമിത്തം കരയുന്ന മക്കളുടെ കുടുംബങ്ങളിൽ തടസ്സങ്ങൾ മാറി ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാർത്ഥികളുടെ മേൽ അനേക അന്ധകാര പീഡകൾ ഇപ്പോൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന, 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 ആരാധന. ക്യാൻസർ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി കാലത്ത് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം നീക്കും ദൈവമേ, പാപം പൊറുക്കേണമേ.
ഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.